ഏഴാമതൊരു നിയോഗം ഞാൻ എഴുതി. അപ്പം ഞാനത് അവിടെ ഉടായിപ്പ് കാണിക്കുന്നത് പോലെ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമായി. അപ്പം ഞാനത് ലൈറ്റായിട്ടൊന്ന് വെട്ടി. ശരിക്കും അത് വായിക്കാൻ പറ്റി. ഞാൻ ലൈറ്റായിട്ടൊന്ന് വെട്ടിയപ്പോൾ ഞാൻ ഓർത്ത് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ആ നിയോഗം എന്താണെന്നൊന്ന് വെട്ടിയത് എന്ന് വായിക്കൂലോ. ആ വായിക്കുമ്പോൾ അവർക്ക് ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നണേ, അല്ലെങ്കിൽ മാതാവ് അത് നടത്തി തരുമല്ലോ. ഞാനവിടെ 7 ആവുമ്പോൾ അതൊരു സത്യസന്ധത അല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു. പക്ഷെ ആ നിയോഗമായിരുന്നു കൂടുതൽ. ആ വെട്ടിയതുകൊണ്ടായിരിക്കണം ആ നിയോഗം എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഉറച്ചു കിടപ്പുണ്ടായിരുന്നു. ആ നിയോഗമാണ് ഞങ്ങൾക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. മാതാവ് നമുക്ക് എന്താണ് വേണ്ടത് എന്ന ഏത് സമയത്താണോ നമുക്കത് ആവശ്യം, ആ സമയത്താണ് നമുക്ക് സാധിച്ചു തരിക. നമ്മൾ ഓർക്കും, ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഇത് സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കും. പക്ഷെ ആ ഏതൊരു പോയിന്റിലാണോ നമുക്കത് വേണ്ടത് ആ സമയത്ത് അത് തരുള്ളൂ. അത് തന്നിട്ടേ